നിങ്ങൾ ആരും കർത്താവിനെ വിട്ട് മടങ്ങിപ്പോകുന്നതല്ല ദൈവത്തിന്റെ ഇഷ്ടം. നിങ്ങൾ എത്ര അകലത്തിൽ നിൽക്കുന്നവരായാലും നിങ്ങൾ കർത്താവിനോട് ചേർന്ന് വരുന്നതാണ് കർത്താവിന്റെ ഇഷ്ടം. നിങ്ങൾ ദൈവീക ആലയത്തിലേക്ക് ചേർന്ന് വരുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവ മഹത്വത്തിലേക്ക് ചേർന്ന് വരുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ലൗകികരായി ജീവിക്കുവാനല്ല കർത്താവ് നമുക്ക് ആ രക്ഷയുടെ അനുഭവത്തെയും ദൈവിക മഹത്വത്തെയും നമ്മുടെ ജീവിതത്തിൽ പകർന്നു തന്നിരിക്കുന്നത്. ആത്മികരായി ജീവിക്കുവാനാണ്. പലതരത്തിലുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അനേകർ ലൗകികരാണ്, എന്നാൽ ആത്മികരാകുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ലോകത്തിലെ കാര്യങ്ങൾ നമ്മെ വശീകരിക്കുവാനോ ലോകത്തിലെ കാര്യങ്ങൾ നമ്മെ ആകർഷിക്കുവാനോ വിട്ടുകൊടുക്കരുത്. അതിൻ്റെ ഒരു പോരാട്ടം നിങ്ങളുടെ മനസ്സിലോട് തുടർന്നുമുണ്ടാകും. എന്നാൽ ദൈവവചനം ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിക്കുവാനൊരു ബലത്തെയും കൃപയെയും കർത്താവ് തരും. ദൈവം തൻ്റെ മക്കളെ വഴി നടത്തുന്നത് അവരോട് പോരാടുന്ന പിശാചിനെ ജയിക്കുവാനും, അവരോട് പോരാടുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിക്കുവാനും, അവരോട് പോരാടുന്ന ലോകത്തിൻ്റെ പ്രവൃത്തികളെ ജയിക്കുവാനുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ മക്കളെ വചനത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.